ദ ഗോഡ് തളപതി വിജയ് ഈസ് നോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അതാണ് പടം. യു കേൾക്കാത്തക്ക് ഹെഡ്സെറ്റ് പായസം കുടിക്കപ്പോൾ സെറ്റിട്ടർമാരി ഇരിക്കും പടം. കൽപ്പാത്തി അഗോറം ബ്രദേഴ്സിൻ്റെ പ്രൊഡക്ഷനിൽ വെങ്കട് പ്രഭു എഴുതി ഡയറക്റ്റ് ചെയ്യുന്ന വെങ്കട് പ്രഭു ഹീറോ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. പടത്തിൻ്റെ അനൗൺസ്മെൻറ്റിന് മുമ്പോ ശേഷമാണ് പുള്ളി പാർട്ടിയിലേക്ക് വരുന്നതും ഇനി മുതൽ സിനിമയില്ല, അദ്ദേഹം പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് വിജയ് അനൗൺസ് ചെയ്തത്. അപ്പോൾ തൊട്ട് ഇത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമ ആയിരിക്കും എന്നുള്ള നിലയിലുള്ള കിംവദന്തികൾ വരുന്നുണ്ടായിരുന്നു. പുള്ളി ഒരു ഒഫീഷ്യൽ പരിപാടി പറഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി അഭിനയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഇത്രയധികം കൾട്ട് ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ആക്ടർ ആകുമ്പോഴത്തേക്ക് അദ്ദേഹം കമ്മിറ്റ് ചെയ്യുന്ന സിനിമകൾക്കുള്ള ആ ഒരു ക്വാളിറ്റിയും ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ പ്രൊമോഷൻ മെറ്റീരിയൽസ്, സോങ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ എക്സ്പെക്റ്റേഷൻസ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വെങ്കട് പ്രഭു ഭയങ്കര കിഡിലൻ ഒരു ഡയറക്ടറാണെന്ന് പറയുന്നില്ലെങ്കിലും പുള്ളിയുടെ ലാസ്റ്റ് ഇറങ്ങിയ പടങ്ങളൊക്കെ കുഴപ്പമില്ലായിരുന്ന പടമാണ്. പിന്നെ മങ്കാത്ത ഒരു ഓൾ ടൈം ഫേവറേറ്റ് മൂവിയും കൂടെയാണ് വെങ്കട് പ്രഭു ഡയറക്ഷനിലുള്ള. സോ എക്സ്പെക്റ്റേഷൻസ് നമുക്ക് മിക്സഡ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോഴത്തേക്ക് ആ ഒരു ഹൈപ്പ് കുറഞ്ഞുകൊണ്ട് നിന്നിരുന്നു. ഒരു സീറോ ഹൈപ്പിൽ തന്നെയാണ് പടം കണ്ടത്. എന്നിട്ട് പോലും നമ്മൾ അങ്ങ് പൂർണ്ണമായും സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ സിനിമയ്ക്ക് പറ്റിയില്ല. ടെക്നിക്കൽ സൈഡിൽ സിദ്ധാർത്ഥിനുടെ ക്യാമറ വർക്ക് നന്നായിരുന്നു. എഡിറ്റർ അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള വെങ്കട് പ്രഭു ടീമിലുള്ളൊരു എഡിറ്റർ തന്നെയായിരുന്നു. മ്യൂസിക് യുവൻ ശങ്കർ രാജ അപ് ടു ദ മാർക്കൊന്നും എത്തിയില്ല. ഓക്കെ, അല്ലെങ്കിൽ കേക്കബിൾ മ്യൂസിക് എന്നുള്ള നിലയിൽ പരിപാടി മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ലോല VFXൻ്റെ ഡി ഏജിങ് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ലോല ആണ് വേൾഡ്സ് നമ്പർ 1 ഡി ഏജിങ് ടെക്നിക്ക് യൂസ് ചെയ്യുന്ന VFX കമ്പനി എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു പരിപാടിയാണ്. ഒരുപാട് ഹോളിവുഡ് പടങ്ങൾ, ഇന്ത്യൻ മൂവീസൊക്കെ ചെയ്തിട്ടുള്ള VFX കമ്പനിയാണ്. അപ്പോൾ അവർ തന്നെയാണ് ഇതിനകത്ത് ഡി ഏജിങ് പോലുള്ള VFX ചെയ്തേക്കുന്നത്. പക്ഷേ മറ്റു VFX അവർ തന്നെയാണോ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ വേൾഡ്സ് നമ്പർ 1 VFX ഒന്നും പറയാനില്ല. VFX ആയിട്ട് തന്നെ കാണാനുണ്ട്. ഇവരത് IMAX വരെ പടം ഇറക്കിയിട്ടുണ്ട്. 4K കാണുമ്പോൾ തന്നെ നമുക്കിത് VFX കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. 3 മണിക്കൂർ നീളമുണ്ട്. അത്രയ്ക്കുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. നമ്മളെല്ലായ്പ്പോഴും ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് ഓക്കെ, ഈ സിനിമയിൽ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ നന്നായിരുന്നു, ഇന്ന കാര്യങ്ങൾ നന്നായിരുന്നില്ല എന്നുള്ളത് ഇത് ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ഓക്കെ, ഈ പടം ഇങ്ങനെ ആക്കിയിരുന്നെങ്കിൽ, ഈ കഥയിൽ ഇങ്ങനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഈ പടത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണലി ഇത് ഇങ്ങനെ തന്നെ എടുത്തിട്ട് അങ്ങനെ മാറ്റി വെക്കുന്നതായിരുന്നു നല്ലത് എന്ന് തോന്നി. 2019 ഇറങ്ങിയ വിൽ സ്മിത്തിൻ്റെ ജെമിനി മാൻ എന്നുള്ള സിനിമയായിട്ട് ഇതിന് ഭയങ്കര സാദൃശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ ജെമിനി മാൻ എന്നുള്ള പടം കണ്ടിട്ടില്ല. പക്ഷേ ഇതിനെപ്പറ്റി കേട്ടതനുസരിച്ച് ജെമിനി മാൻ എന്ന് പറയുന്നത് വിൽ സ്മിത്തിൻ്റെ ഒരു ഏജൻറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ക്ലോൺ ഉപയോഗിച്ച് അദ്ദേഹത്തിന് വില്ലന്മാർ തകർക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ആ പടം. ഇതിലും കിട്ടത്തട്ട അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് ഒരു സൈഫൈ ആക്ഷൻ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞ് പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് സൈഫൈ പാർട്ട് വരുന്നത് ഇതിൻ്റെ ടുവാർഡ്സ് ക്ലൈമാക്സ് പോർഷനിൽ അവസാനത്തെ ഒരു ടൈറ്റിൽ കാർഡ് എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനകത്ത് സൈഫൈ പോർഷൻ വരുന്നത്. അല്ലാതെ ഇതിനകത്തൊരു നോർമൽ ടിപ്പിക്കൽ ഒരു ത്രില്ലർ സാധനം തന്നെയാണ് പിടിച്ചേക്കുന്നത്. ഈ ഫാമിലിയെ വെച്ചും പിന്നെ നമ്മൾ മുമ്പ് പറയുന്ന പഴയ ബോംബ് കഥ തന്നെ. പുതിയ കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും തന്നെ ഇല്ല. കാസ്റ്റിംഗ് തന്നെ എനിക്ക് ഈ ഡി ഏജിങ് ചെയ്ത് വിജയെ കൊണ്ടുവരുന്നതിന് വരെ ഒരു പെർഫെക്റ്റ് കാസ്റ്റ് കൊണ്ടുവന്നിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന് തോന്നി. ഞാൻ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പോഴെല്ലാം എനിക്ക് തോന്നിയ ഒരു കാര്യം, വിജയുടെ സ്വന്തം മകൻ സഞ്ജയെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു സാധാ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ എനിക്കത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കാസ്റ്റിംഗ് ആയിരുന്നേനെ എന്ന് എനിക്ക് തോന്നി. മേ ബി സഞ്ജയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടാകത്തില്ലായിരിക്കാം. അല്ലെങ്കിൽ വേറൊരു ധ്രുവ് വിക്രം പോലുള്ള കുറച്ചുകൂടെ യങ്ങർ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ടറിനെ ഈ യങ്ങർ വേർഷൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് പോസിറ്റീവ്സ് ഉണ്ടോയെന്ന് വെച്ചാൽ പോസിറ്റീവ്സ് ഉണ്ട്. ഇതിനകത്ത് ഹൈ പോയിന്റ്സ്, കുറച്ച് നല്ല സ്ഥലങ്ങളിൽ കുറച്ച് നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നീട് ഇതിനകത്ത് വരുന്ന സർപ്രൈസുകളൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടാവും. ഇതിനകത്ത് വരുന്ന ക്യാമിയോ റോൾസ്, ഒരു സോങ് സീനിൽ തൃഷ വരുന്നുണ്ട്, ടുവേർഡ്സ് ക്ലൈമാക്സ് ശിവകാർത്തികേയൻ വരുന്നുണ്ട്. പോസിറ്റീവ്സിൽ വലിയ പോസിറ്റീവ് വിജയുടെ പെർഫോമൻസ് തന്നെയായിരിക്കും. വിജയ് ഈ 2 ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നതിൽ എല്ലായിടത്തും നമുക്ക് ഭയങ്കര വ്യത്യാസം തോന്നില്ല, ഒരേ കണക്ക് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഒരു യങ്ങർ വേർഷൻ പ്ലേ ചെയ്തിരിക്കുന്ന വിജയെ കുറച്ചൊന്ന് അഴിച്ചു വിട്ടിട്ട് ഉള്ള പോലെ, അതായത് ഇമേജ് കോൺഷ്യസ് അല്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് അതിനകത്തുണ്ട്. പ്രായമായ വിജയെ കാണിക്കുമ്പോഴത്തേക്ക് ഇത് ശരിക്കും പറഞ്ഞ ഒരു ടിപ്പിക്കൽ വിജയ് രക്ഷകൻ പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. വിജയുടെ ഡാൻസ് പെർഫോമൻസ് എല്ലാം 50 വയസ്സുള്ളൊരു മനുഷ്യൻ അത്രയും നല്ല രസമായിട്ടാണ് അതിനകത്ത് ഡാൻസ് ചെയ്യുന്നത്. 2-3 പാട്ടിനകത്ത് നല്ല ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. നല്ല രസമായിട്ട് ബോഡി ഫ്ലെക്സിബിളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുള്ളിയുടെ പ്ലസ് അത് തന്നെയാണ്. പുള്ളിയുടെ ആ ഒരു ചാമിങ് പെർഫോമൻസ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പുള്ളിയുടെ കുറച്ച് ചേഷ്ടകൾ, കോമഡി സംഗതികൾ, ഇതൊക്കെ പോസിറ്റീവിൻ്റെ ഭാഗത്ത് തന്നെയാണ് പോകുന്നത്. പിന്നെ ഈ ഫൈറ്റ് സീക്വൻസ്, ഇടയ്ക്ക് വരുന്ന കുറച്ച് 1-2 ചെറിയ ട്വിസ്റ്റുകൾ, അങ്ങനെയൊക്കെ ഉള്ള ഹൈ പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പടത്തിനകത്ത്. പക്ഷേ നമുക്ക് പുള്ളിയുടെ കഴിഞ്ഞ സിനിമകളിൽ പോയിരുന്ന് നമ്മൾ കൈയടിച്ച് വിസിലടിച്ച് എൻജോയ് ചെയ്ത് പോലുള്ള സംഗതികളൊന്നുമില്ല. അപ്പോൾ ലിയോ ഒക്കെ ഇതിനേക്കാൾ ഫാർ ബെറ്റർ ആണ്. ലിയോയ്ക്കെതിരെ ഒരു മിക്സഡ് റിവ്യൂ ഒക്കെ പല സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ പോലും. അതേപോലെ മറ്റ് കാസ്റ്റുകളെല്ലാവരും അവരവർക്ക് കൊടുത്തിട്ടുള്ള സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. കാസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് സ്റ്റാർ പ്രശാന്ത്, ജയറാം, പ്രഭുദേവ, അജ്മൽ, അതിനുശേഷം മോഹൻരാജ്, ലൈല, സ്നേഹ, മീനാക്ഷി ചൗധരി, ക്യാമിയോ റോളിൽ വരുന്ന തൃഷ, അങ്ങനെ
വരിവരിയായിട്ട് ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഒരു ബ്ലോക്കായിട്ട്, അതായത് കഥയിൽ ഇങ്ങനെ എഴുതി പോകുന്നതല്ലാതെ ഒരു ബ്ലോക്ക് കാണിക്കുന്നു, അതിനുശേഷം ഒരു പാട്ട് വരുന്നു, വീണ്ടും ഒരു ബ്ലോക്ക് കാണിക്കുന്നു, അതിനുശേഷം ഒരു പാട്ട് വരുന്നു. സ്പീഡ് ബ്രേക്കറായിട്ട് പാട്ട് വരുന്നത് ഭയങ്കര അരോചകമായിട്ടുള്ളൊരു പരിപാടിയാണ്. അല്ലെങ്കിൽ അങ്ങനെ പാട്ട് വേണ്ട. അതിൻ്റെ പ്രൊമോഷൻ മെറ്റീരിയലായിട്ടാണ് പാട്ട് യൂസ് ചെയ്യുന്നത്. പ്രൊമോഷന് വേണ്ടി പാട്ട് യൂസ് ചെയ്യുക, അത് വർക്കൗട്ടായില്ല. അതിനുശേഷം ഈ പാട്ടങ്ങ് എടുത്ത് മാറ്റിയിട്ട് സിനിമ അങ്ങ് ഓടിച്ച് പോയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അത് അനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ പാട്ട് സ്പീഡ് ബ്രേക്കർ ആവുന്നു. പാട്ട് എൻജോയബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. പുള്ളിയുടെ രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ പ്രവേശനമായിട്ടുള്ള ഹിന്ദികളും കാര്യങ്ങളും ഇതിനകത്ത് ഒരുപാട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് രജനീകാന്ത് റെഫറൻസ് ഉണ്ട്, കമലഹാസൻ റെഫറൻസ് ഉണ്ട്, തല അജിത്ത് റെഫറൻസ് ഉണ്ട്, ധോണിയെ ശരിക്കും ഇതിനകത്ത് മുന്നേ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഒരുപാട് തമിഴ് സിനിമ റെഫറൻസുകൾ, പഴയ പാട്ടുകൾ, കാര്യങ്ങളെല്ലാം ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് വെങ്കട് പ്രഭുവിൻ്റെ മിക്ക പടങ്ങളിലും കാണാറുണ്ട്. അതൊക്കെ വെങ്കട് പ്രഭുവിൻ്റെ മറ്റു പടങ്ങളിലും പ്ലസ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു പഞ്ചോട് കൂടി കിട്ടിയിരിക്കുന്നത് ഇത് ഒരു ആവറേജ് ലെവലിൽ അങ്ങ് ഇത് മാത്രം കൊടുത്ത് അങ്ങ് പോവുകയാണ്. വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നില്ല പടത്തിൻ്റെ കഥയിൽ. സിനിമയിൽ എടുത്തു പറയേണ്ട നെഗറ്റീവുകൾ തോനെയുണ്ട്. അതുകൊണ്ട് തന്നെ ലിസ്റ്റിട്ട് പറയുന്നില്ല. ഒരു ആവറേജ് പടം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് ആ ആവറേജിൽ താഴെയായിട്ടാണ് ഇത് ഫീൽ ചെയ്തത്. അത് ഇത്രയും ഹൈപ്പ് കുറച്ച് വെച്ചിട്ടും എനിക്കത് അപ്പീലായില്ല എന്നുള്ളത് കൊണ്ടാണ്. തിയേറ്ററിൽ ഇത് എത്രത്തോളം എല്ലാവർക്കും വർക്കൗട്ട് ആവും എന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയാണ്. നെറ്റ്ഫ്ലിക്സിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് VFXൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ വിജയുടെ പൊളിറ്റിക്കൽ എൻട്രിയെ പറ്റി ഇതിനകത്ത് നല്ല രീതിയിൽ പരാമർശിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ശിവകാർത്തികേയൻ്റെ ഒരു ക്യാമിയോ വരുമ്പോഴത്തേക്ക് ശിവകാർത്തികേയൻ ഇദ്ദേഹത്തിന് എൻ്റെ സാമ്രാജ്യത്തിൻ്റെ താക്കോലും ബാധ്യതകളുടെ ലിസ്റ്റും ശിവകാർത്തികേയനെ ഏൽപ്പിച്ചിട്ട് ഇദ്ദേഹം പോകുന്ന സമയത്ത് ശിവകാർത്തികേയൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, உங்களுக்கு ഇதை விட பெரிய பொறுப்புன்னு இருக்குன்னு நினைக்கிறேன், ஸோ இதை நான் பார்த்துக்கிறேன் എന്ന് പറഞ്ഞാണ് ശിവകാർത്തികേയനെ തൂക്ക് കൈമാറിയിട്ട് വിജയണ്ണൻ പോകുന്നത്. അതൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന വിധവും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. പക്ഷേ 2026 ഇലക്ഷന് ശേഷം പുള്ളി വീണ്ടും തിരിച്ച് അഭിനയിക്കാൻ വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോമിനൻ്റ് ആക്ടറിന് ഒരു കഥയും തിരക്കഥയും ഡിസ്കഷനും ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇത് വർക്കാവില്ലേ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ആളെങ്ങനെയാണ് 2026 240 തൊകുതിയുള്ള ഒരു സംസ്ഥാനം CM ആയി ഭരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു പോകുന്നത് എനിക്കറിയില്ല. പിന്നെ ക്യാപ്റ്റൻ വിജയകാന്തിൻ്റെ പാർട്ടിയുടെ ഒരു സപ്പോർട്ടൊക്കെ ആയിട്ട് പോകുമായിരിക്കാം. പക്ഷെ അതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. പുള്ളിക്ക് എത്ര ശതമാനം വോട്ട് കിട്ടും, എത്ര സീറ്റ് കിട്ടും, പുള്ളി CM ആകുമോ, ഇനി തുടർന്ന് അഭിനയിക്കുമോ എന്നൊക്കെ ഉള്ളത് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. എന്തായാലും വിജയ്ക്ക് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിന് എല്ലാവിധ ആശംസകളും ഉണ്ട്. ഒരു ഭയങ്കര വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നുമല്ല. ഇതൊരു വിജയ് സിനിമയാണ്. തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ പോയി ടിക്കറ്റ് എടുത്തോളൂ. ഒരു ഇത്ര മോശം പടമോ കണ്ടിരിക്കാൻ തീരെ പറ്റാത്ത സിനിമയൊന്നുമല്ല. പക്ഷേ ഞാനൊരിക്കലും ഈ പടം തിയേറ്ററിൽ പോയി തന്നെ നിങ്ങളിത് കാണണം എന്നുള്ള നിലയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ ഈ സിനിമ കാണണം എന്നുള്ളവർ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ബൈ.